നമസ്കാരം. ഇതുപോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ബി.ജെ.പിയെ കഴിഞ്ഞേ ആളുള്ളൂ. എത്ര വേഗമാണ് അവർ തങ്ങൾക്ക് നേരെ വരുന്ന വാർത്തകളെ വഴിമാറ്റി വിടുന്നത്. എത്ര സമർത്ഥമായാണ് പുതിയ വിവാദങ്ങൾ കൊണ്ട് തങ്ങൾക്ക് അഹിതമായതിനെ മറച്ചു കളയുന്നത്. സമ്മതിക്കണം അവരുടെ കുശാഗ്രബുദ്ധി. ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച കോടികൾക്ക് കോടതി കിഴുക്കുകൊടുത്ത വാർത്ത മുക്കാൻ അവർ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചാണ് മറുപടി നൽകിയത്. പക്ഷേ ആ അഭ്യാസത്തിന് അധികം ആയുസ്സുണ്ടായില്ല. ഫെബ്രുവരി 16-ന് കോൺഗ്രസ് പാർട്ടിയുടെ 4 ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതായി പ്രഖ്യാപിച്ച് 1 മണിക്കൂറിന് ശേഷം ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ പാർട്ടിക്ക് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. കേസിൽ ഇടക്കാല ആശ്വാസത്തിനുള്ള പാർട്ടിയുടെ പ്രാർത്ഥന അടുത്ത ബുധനാഴ്ച കേൾക്കും എന്നാണ് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 4 ബാങ്ക് അക്കൗണ്ടുകളും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടും IT വകുപ്പ് മരവിപ്പിച്ചതായി കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്താണ് ഇതിന് മാത്രം വലിയ കുറ്റം കോൺഗ്രസ് ചെയ്തത്? അതാണ് രസം. 2018-19 വർഷത്തെ IT റിട്ടേൺ സമർപ്പിക്കുന്നതിൽ 45 ദിവസത്തെ കാലതാമസമെടുത്തതിനാണ് നടപടി. ഇത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കലല്ല, ജനാധിപത്യം മരവിപ്പിക്കലാണ് എന്നാണ് കോൺഗ്രസ് അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിനുള്ള പ്രഖ്യാപനം 1 മാസം മാത്രം ബാക്കി നിൽക്കെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് രാജ്യത്ത് ഒറ്റ പാർട്ടി മാത്രം മതി എന്ന ചിന്ത കൊണ്ടാണോ എന്നും കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ചോദിച്ചു. രാജ്യസഭാംഗവും മുതിർന്ന അഭിഭാഷകനുമായ വിവേക് തൻഖ കോൺഗ്രസിന് വേണ്ടി ട്രിബ്യൂണലിൽ ഹാജരായതോടെ 115 കോടി രൂപ ഈടായി സൂക്ഷിക്കേണ്ടതുണ്ടെന്നും അക്കൗണ്ടിൽ ബാക്കിയുള്ള തുക പാർട്ടിക്ക് ചെലവഴിക്കാമെന്നും ഉത്തരവിട്ടു. റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിയതിന് ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത പിഴയാണ് ആദായ നികുതി വകുപ്പ് ചുമത്തിയത്. ഒരു ചെറിയ ഫൈനിൽ ഒതുക്കാവുന്ന പിഴവിന് 210 കോടി രൂപയാണ് പിഴ ചുമത്തിയത്. 2018-19 വർഷത്തേക്കുള്ള IT റിട്ടേണുകൾ 2019 ഡിസംബർ 31-നകം സമർപ്പിക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ പാർട്ടി 40-45 ദിവസം വൈകിയെന്നും പറഞ്ഞാണ് ഇത്രയും വലിയ തുക പിഴ ചുമത്തിയത്. പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള IT വകുപ്പിന്റെ നീക്കത്തെ ജനാധിപത്യത്തിനെതിരായ ആക്രമണം എന്ന് വിളിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ബഹുകക്ഷി വ്യവസ്ഥയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനും ജുഡീഷ്യറിയോട് അഭ്യർത്ഥിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ് അധികാര ലഹരിയിലാണ്ട മോദി സർക്കാർ. ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് നേരെയുള്ള ആഴത്തിലുള്ള കടന്നാക്രമണമാണ്. ബി.ജെ.പി പിരിച്ചെടുക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ പണം അവർ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കും. പക്ഷേ ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ശേഖരിക്കുന്ന പണം മരവിപ്പിക്കുന്നു. ഇങ്ങനെ പോയാൽ ഭാവിയിൽ തെരഞ്ഞെടുപ്പും ഉണ്ടാകില്ലെന്ന് താൻ പറഞ്ഞത് ശരിയാകുമെന്ന് എക്സിൽ കുറിപ്പിട്ട ഖാർഗെ വ്യക്തമാക്കി. ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെ ഞങ്ങൾ തെരുവിലിറങ്ങി ശക്തമായി പോരാടുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്ന് നല്ല ബോധ്യമുള്ള ബി.ജെ.പി തങ്ങളുടെ എതിരാളികളെ ഒന്നാകെ പാപ്പരാക്കാൻ ഉദ്ദേശിച്ച് നടത്തിയ നോട്ട് നിരോധനം പോലെ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുമ്പോൾ കോൺഗ്രസിനെ ചുരുട്ടിക്കെട്ടാൻ വെച്ച പണി പക്ഷേ ട്രിബ്യൂണലിന്റെ ഇടപെടലോടെ ഭാഗികമായി ചീറ്റിയിരിക്കുകയാണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയും കർഷക സമരവും വല്ലാതെ അലട്ടുമ്പോൾ ഇതിന് രണ്ടിനും പിന്തുണ നൽകുന്ന കോൺഗ്രസിന്റെ നട്ടല്ലൊടിച്ചിട്ടാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാവും എന്ന ചിന്തയാണ് നരേന്ദ്രമോദിയെ കൊണ്ട് ഇത്തരം ജനാധിപത്യ വിരുദ്ധ അമിതാധികാര പ്രയോഗത്തിന് പ്രേരിപ്പിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുകൂടി അവർ ഓർത്താൽ നന്ന്.